നമസ്കാരം, ഞാൻ ആൻ്റണി ജോസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാധ്യമ പ്രേക്ഷകർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ശാന്തസുന്ദരമായൊരു സ്ഥലത്ത് തിക്കും തിരക്കുമൊന്നുമില്ലാതെ വിശാലമായ ഒരു റിസോർട്ട് പണിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അഥവാ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. അതിന് പറ്റിയ ഒരു ഉഗ്രം സ്ഥലവുമായാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. 4 ഏക്കറോളം ദൈർഘ്യമുള്ള ഈ മനോഹരമായ പ്രോപ്പർട്ടി എറണാകുളം ജില്ലയിൽ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ കോണോത്തുപുഴയോട് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്ന ഈ വീടും കൊടുക്കാനുള്ളതാണ്. ഇത് 2250 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ വീടാണ്. ഇത് മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് 4 ഏക്കർ പ്ലോട്ടിലാണ്. വീട് വിശാലമായി നമുക്കൊരു ഗോൾഫ് ക്ലബ്ബോ അങ്ങനെ എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ ഓഡിറ്റോറിയമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനും ഈ ഒരു പ്രോപ്പർട്ടിയോട് സമീപത്തായിട്ടുണ്ട്. ചുറ്റും പാടങ്ങളാലും നദികളാലും സറൗണ്ടഡ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഉദയംപേരൂർ ജംഗ്ഷനിൽ നിന്നും കേവലം 1 കിലോമീറ്റർ അകലെ കണ്ടനാട് ഭാഗത്തു നിന്നായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 5 നിലകളിലായി സ്ഥാപിതമായിരിക്കുന്ന ഈ ബിൽഡിംഗ് 27,500 സ്ക്വയർ ഫീറ്റാണ് ആകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 6 മുറികളും ഫസ്റ്റ് ഫ്ലോറിൽ 12 മുറികളും സെക്കൻഡ് ഫ്ലോറിൽ 10 മുറികളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മിച്ചമുള്ള 2 നിലകളും നിലവിൽ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇത് വാങ്ങുന്ന കസ്റ്റമറിന് താല്പര്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ മുറിയും വിശദമായി പരിചയപ്പെടാം. ഒരു മുറിയിലോട്ട് കയറുമ്പോൾ ഈ ഭാഗം ലിവിങ് ഏരിയയും പിന്നീട് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ബെഡ്റൂമും പിന്നെ അതിൻ്റേതായിട്ടുള്ള ബാത്റൂമും പിന്നെ ഈ ഡോർ തുറന്ന് നമ്മൾ ചെല്ലുന്നത് വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയിലോട്ടാണ്. ഓൾമോസ്റ്റ് ഒരു റൂം ഒരു 550 സ്ക്വയർ ഫീറ്റാണ് ഈ റൂം വരുന്നത്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു ഓപ്പണിംഗ് കൊടുക്കാം അല്ലേ. ഇത് ലിഫ്റ്റിനായി സജ്ജീകരിച്ചിരിക്കുന്ന ഏരിയയാണ്. നിലവിൽ ലിഫ്റ്റ് കൊടുത്തിട്ടില്ല. വാങ്ങുന്ന കസ്റ്റമറിന് ആധുനികമായിട്ടുള്ള ലിഫ്റ്റ് ഇതിൽ നൽകാവുന്നതാണ്. ഇത് ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർകേസ് ഏരിയയാണ്. ഇത് അതിനോടനുബന്ധിച്ച് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള കിച്ചൺ ഏരിയയും അതോടൊപ്പം ഓപ്പൺ ഡൈനിങ് ആയിട്ടുള്ള ഏരിയയുമാണ്. കിച്ചൺ ഏരിയയോട് സമീപത്തായി ചെറിയൊരു മുറിയും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അവിടെ നിലവിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കിച്ചൺ ഏരിയയിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണാം ഇത് അതിവിശാലമായ ഒരു കിച്ചൺ തന്നെയാണ്. ഇവിടെ ഇതിന് മുമ്പ് ഒരു ഓൾഡ് ഏജ് ഹോം നടന്നിരുന്നു. അപ്പോൾ ഇവിടത്തേക്ക് വേണ്ടിയുള്ള ആഹാര സാധനങ്ങളും എല്ലാം ഇവിടെയാണ് പാകം ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 1-ാം നിലയിലോട്ട് എത്തിയിരിക്കുന്നു. ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 12 റൂമാണ് വരുന്നത്. ഓരോ മുറിയും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ 550 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ലിവിങ് ഏരിയ, ബെഡ്റൂം ആൻഡ് ബാത്റൂം ആൻഡ് നല്ല വ്യൂ കിട്ടുന്ന ഒരു ബാൽക്കണിയും. എമർജൻസി എക്സിറ്റ് ഡോറുകൾ എല്ലാം ഉണ്ട്. ടു സെക്കൻഡ് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൽ 10 മുറികളാണ് വരുന്നത്. ഇൻക്ലൂഡിങ് ഓപ്പൺ ഏരിയാസ് വരുന്നുണ്ട്, ഹോള് വരുന്നുണ്ട്. എല്ലാ മുറികളിലും ഒരു ലിവിങ് ഏരിയ, ദെൻ ഒരു ബാൽക്കണി വരുന്നുണ്ട്, ഒരു ടോയ്ലറ്റിനുള്ള പ്രൊവിഷൻ, ഒരു നല്ലൊരു റിവറിലേക്ക് വ്യൂ കിട്ടുന്ന ഒരു വിൻഡോസും അവൈലബിൾ ആണ്. ഒരു നിലയിൽ നിന്ന് നോക്കിയാലും ഒരു ഗ്രീനറി റിവറിൻ്റെ ഒക്കെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഏത് ഫ്ലോറിൽ നിന്നും ഔട്ടർ വ്യൂ ഇത് ഫ്രണ്ട് വ്യൂവിൻ്റെ ആയിട്ട് വരും. ഇവിടെ നേരെ റിവറിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഗോൾഫ് ക്ലബ്ബ് പോലെയൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഗ്രൗണ്ടും അവൈലബിൾ ആണ്. മൂവിങ് ടു തേർഡ് ഫ്ലോറിലോട്ട് കയറുമ്പോൾ ഇവിടുന്ന് ക്ലോസ്ഡ് ആണ്. 3rd-ഉം 4th-ഉം ഇതേപോലെ ഫുൾ ക്ലോസ്ഡ് ഏരിയ ആണ്. ഇവിടെ നമുക്ക് ഇതേപോലുള്ള റൂംസ് പുതിയതായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
4th ഫ്ലോറും ഇതേപോലെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് ലിഫ്റ്റിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് വയ്ക്കാവുന്നതാണ്. വീണ്ടും താഴത്തെ നിലയിലെത്തിയിരിക്കുന്നു. ഒരു റിസപ്ഷൻ ഏരിയ അവൈലബിൾ ആണ്. ഇവിടെ ചെറിയ ലൈബ്രറി പോലെ അവൈലബിൾ ആണ്. താഴത്തെ നിലയിൽ മൊത്തം നമുക്ക് 6 മുറികളാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 12ഉം 3rd ഫ്ലോറിൽ 10ഉമാണ് വരുന്നത്. ഏത് ഫ്ലോറിൽ നിന്ന് മനോഹരമായിട്ടുള്ള ഒരു റിവർ വ്യൂ നമുക്ക് അവൈലബിൾ ആണ്. ഫുള്ളി ഗ്രീനറി ആയിട്ടും റിസോർട്ടൊക്കെ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ പ്രോപ്പർട്ടിയാണിത്. ഭാഗത്തുള്ള അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണിത്. ഔട്ടർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. വാഴക്കൃഷികളും ബാക്കിയുള്ള കൃഷികളും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്ന ഈ വീടും കൊടുക്കാനുള്ളതാണ്. ഇത് 2250 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായ വീടാണ്. ഈ വീട്ടിൽ മുഴുവൻ 6 മുറികളാണ് വരുന്നത്. 6 അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള മുറികളാണ്. കൂടാതെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഏരിയ ആണ് ഇതിൻ്റെ ഒരു ഐക്കോണിക് പീസായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്കിതൊരു റിസോർട്ടാണെങ്കിൽ പോലും നമുക്കൊരു ഓപ്പൺ ഓഡിറ്റോറിയമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ വരുന്ന ആൾക്കാർക്ക് നമുക്ക് റിസോർട്ടിനോടനുബന്ധിച്ച് താമസിക്കാനുള്ള ഫെസിലിറ്റിയും ഇവിടെ തന്നെയുണ്ട്. ഏതൊരു ഇവൻറ്റിനും വളരെ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണിത്. അതുകൊണ്ട് വളരെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ആയതുകൊണ്ട് തന്നെ റിസോർട്ടിനൊക്കെ വളരെ അനുയോജ്യമാണ്. റിസോർട്ട് പോലെ തന്നെ നല്ലൊരു ഹോസ്പിറ്റലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ സ്ഥലം ഉപയോഗിക്കാവുന്നതാണ്. ഈ 5 നില വരുന്ന ഈ പ്രോപ്പർട്ടിയും അതിനോടനുബന്ധിച്ച വീടും ഈ 4 ഏക്കറോളം വരുന്ന സ്ഥലവും എല്ലാം കൂടി പ്രതീക്ഷിക്കുന്ന വില 22,35,00,000 രൂപയാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നന്ദി.